ഹലോ, എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞത് ഒരു സൺഡേ ഉള്ള ദിവസം കല്യാണത്തിന് പോകാനുള്ള ഒരുക്കത്തിലാണ്. കുറച്ച് ദൂരെയാണ് കല്യാണം. മോൾക്ക് രാവിലെ ട്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. വെളുപ്പിന് അവൾക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. മോളെ ട്യൂഷനൊക്കെ വിട്ട് അവൾ വന്നതിന് ശേഷമാണ് ഞങ്ങൾ കല്യാണത്തിന് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കുളച്ചയിലാണ് കല്യാണം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പോകുന്നത് നമ്മുടെ ഫാമിലി ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇക്കാടെ ഫാമിലിക്കാടെ കൊച്ചുമായും അവരുടെ മക്കളും മരുമക്കളും കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയാണ് ഒരുമിച്ച് പോകുന്നത്. ഒരു 3-4 വണ്ടിയിലായിട്ട് ഒരുമിച്ചാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ കാറിൽ അവരുടെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഒരുമിച്ച് പോകുന്ന യാത്രയെന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു രസകരമായ യാത്രയാണ്. കാരണം കുറച്ച് തമാശകൾ പറയാനും കാര്യങ്ങൾ സംസാരിക്കാനും നമുക്ക് ഒത്തിരി ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാനും കഴിയുന്ന ഒന്നാണ് യാത്രകളിൽ കൂടി ഈ ഫാമിലിയായിട്ടൊക്കെ യാത്ര പോകാൻ കഴിയുകയെന്ന് വെച്ചാൽ. എനിക്കൊരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഈ യാത്രകൾ പോകുമ്പോൾ ഫാമിലിയുടെ കൂട്ടത്തിൽ. ഇപ്പോൾ ഒറ്റയ്ക്ക് പോകുന്നേക്കാൾ കൂടുതൽ ഫാമിലിയുടെ കൂട്ടത്തിൽ പോകാൻ കഴിയുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ അവരെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെയും കൂട്ടിയിട്ട് ഞങ്ങൾ നേരെ തമിഴ്നാടാണ് കേട്ടോ വിട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പം മുന്നത്തെ പോലെയല്ല, നമുക്ക് ഓൺലൈൻ വഴി എല്ലാം ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. മുന്നേ അങ്ങനെയല്ല. മുന്നേ ചെക്ക് പോസ്റ്റിൽ ഇറങ്ങി അവിടെ നിന്ന് തുണ്ടെടുത്ത് അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്ത്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ചെക്ക് പോസ്റ്റൊക്കെ നമ്മൾ നിസ്സാരമായിട്ടാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. കാരണം അവിടെ ഇറങ്ങേണ്ട കാര്യമില്ല. എല്ലാം ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ തമിഴ്നാട് കല്യാണത്തിന് പോകുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ അവിടെ ഉള്ളവർക്കായാലും നമുക്ക് ദൂരെ നിന്ന് പോകുന്ന ആൾക്കാർക്കായിരിക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി വെക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മളെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. പക്ഷേ തമിഴ്നാട് ഞാൻ 2 കല്യാണത്തിന് പോയിട്ടുണ്ട്. രണ്ടും അതുപോലെ തന്നെയാണ് കേട്ടോ. അവർ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി വെക്കും പോകുന്നവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പയ്യൻ്റെ മണ്ഡപമാണ്. ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് എടുത്തിട്ട് വേണം നമുക്ക് തിരിച്ച് വേറൊരു മണ്ഡപത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനൊക്കെ ഇരുന്നു. അപ്പോൾ അപ്പവും അപ്പമല്ല, പത്തിരിയും ഒറട്ടിയും ബെറോട്ടയും ഇതൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വേറൊരു മണ്ഡപത്തിൽ പോയിട്ട്, ഇതിപ്പോൾ പെട്ടെന്ന് ഇരുന്നെന്നുള്ള സ്റ്റെപ്പൊന്നും വിചാരിക്കേണ്ട കേട്ടോ. കാരണം അത്രയും ഭയങ്കര തിരക്കായിരുന്നു. കാരണം തമിഴ്നാട് ഫുള്ളുണ്ടായിരുന്ന പോലെ ഒരു ഫീലായിരുന്നു. നമുക്ക് 3ാമത്തെ സ്റ്റെപ്പാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര സ്റ്റെപ്പ് ഇരുന്നാലും ആഹാരം ആവശ്യത്തിലധികം ഉണ്ടായിരുന്നു എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ ചില കല്യാണത്തിനൊക്കെ നമുക്ക് പോകുമ്പോൾ ഒരു സ്റ്റെപ്പ് തന്നെ ഇരുന്ന് 2 സ്റ്റെപ്പ് ഇരുന്ന് കഴിക്കുമ്പോൾ തന്നെ പിന്നീട് ചോറ് കറി അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കല്യാണത്തിന് പോയിട്ട് കഴിക്കാതെ തിരിച്ചു വന്ന ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാരണം ഫുഡ് തികയാണ്ട് ബുദ്ധിമുട്ടായിട്ട് വന്ന ദിവസമുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ലാസ്റ്റ് വരെയും എല്ലാവർക്കും കണക്കാക്കിയുള്ള ഫുഡ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് അതിശക്തമായ നല്ല മഴയായിരുന്നു. കാരണം തമിഴ്നാട് നിന്ന സമയത്ത് അതിശക്തമായ ചൂടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.